ആടും ഒട്ടകങ്ങളെയാണ് അറുക്കേണ്ടത്. ഒട്ടകം നമ്മുടെ നാട്ടിലില്ലാത്തത് കൊണ്ട് അതിനെപ്പറ്റി കൂടുതലൊന്നും പറയേണ്ടതില്ല. അതിന് 5 വയസ്സാണ് വേണ്ടത്. മറ്റൊന്ന് ബഖറ, മാടുകൾ എന്ന് പറയുന്നിടത്ത് പശു, കുട്ടൻ, എരുമ, പോത്ത് ഇതെല്ലാം അതിന്റെ വകുപ്പുകൾ പെടുന്നു. വേറെ ഒന്ന് ആടാണ്. മാടുകൾക്ക് 2 വയസ്സാവുകയും ആടിന് 1 വയസ്സുമാണ് ഫുഖഹാക്കൾ പറയുന്നത്. എന്നിങ്ങനെ ഹദീസിലും അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. ഈ മാംസങ്ങൾ ആർക്കൊക്കെ കൊടുക്കണം, ആർക്കൊക്കെ കൊടുത്തൂടാ എന്നതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഫകുലൂ മിൻക വഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തറ എന്നാണ് അല്ലാഹു പറയുന്നത്. ഉലൂഹിയ്യത്തിന്റെ മാംസം നിങ്ങൾക്ക് ഭക്ഷിക്കാം, നിങ്ങൾ ഭക്ഷിക്കൂ. അതുപോലെ യാചിക്കാതെ സംതൃപ്തി അടയുന്ന ആൾക്കാർക്കും ചോദിച്ചു വരുന്നവർക്കും നിങ്ങൾ കൊടുക്കണം എന്ന് അല്ലാഹു തആല ആ ഉലൂഹിയ്യത്തിന്റെ മാംസവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഈ ആയത്ത് തെളിവ് ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഈ ആയത്ത് തെളിവ് ധരിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്, ഉലൂഹിയ്യത്തിന്റെ മാംസം 3 വിഹിതം വെക്കണം. 3 വിഹിതം വെച്ചിട്ട് 1 അറുത്ത വ്യക്തിക്ക് ഭക്ഷിക്കാം, 1 വിഹിതം ഹദിയയായി നൽകണം. ഹദിയ എന്താണ്, അതുപോലെ ഹിബത്ത് എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് 3-4 ആഴ്ച മുമ്പ് ഞാൻ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. 1 അഹരി സ്വതക്ക ചെയ്യണം. ഇങ്ങനെയാണ് അത് വിതരണം ചെയ്യേണ്ടത്. ഇനി കുറച്ചെടുത്തിട്ട് അറുത്ത ആള് കുറച്ച് ഭാഗം എടുത്തിട്ട് ബാക്കി മുഴുവൻ സ്വതക്ക ചെയ്യോ ഹദിയോ ചെയ്യുകയാണെങ്കിൽ, ബാക്കി മുഴുവൻ സ്വതക്ക ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. മൂന്നിൽ 1 ഫുള്ളായിട്ട് അയാൾ എടുത്തുകൊള്ളണം എന്നും ഇല്ല. പക്ഷെ 3 വിഹിതം വെച്ചിട്ട് ഇങ്ങനെയാണ് വിഹിതം വെക്കേണ്ടത് എന്ന് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. പക്ഷെ ഇങ്ങനെ ഉലൂഹിയ്യത്തിന്റെ വിഷയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും നമുക്കിടയിൽ വരുന്ന ഒരു ചർച്ചയുണ്ട്. ഇത് അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ പറ്റില്ലേ എന്നുള്ളതായിരിക്കുന്ന ചർച്ചയാണ്. പരിശുദ്ധ ഖുർആനിൽ ആർക്കും കൊടുക്കണ്ട, ഇന്ന കക്ഷിക്ക് കൊടുക്കണ്ട എന്ന് ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. മറിച്ച് ഇവിടെ ഒരു അഖലിയായ മസ്അല നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ നാടുകളിൽ ഉലൂഹിയ്യത്തിന്റെ മാംസം വിതരണം ചെയ്യുന്നത് മഹല്ല് കേന്ദ്രീകരിച്ചിട്ടാണ്. ആ മഹല്ലിൻ്റെ കേന്ദ്രീകരിച്ച് വിതരണം ചെയ്യുമ്പോൾ അത് ലിസ്റ്റുകളിലും മറ്റും അമുസ്ലിംസിൻ്റെ പേര് നമ്മൾ ഉൾപ്പെടുത്താറില്ല, അങ്ങനെ ഉൾപ്പെടുത്തേണ്ടതുമില്ല. അതേ സ്ഥാനത്ത് നമ്മുടെ വീട്ടിൽ കുറച്ച് മാംസമുണ്ട്, ഉലൂഹിയ്യത്തിൻ്റെ മാംസമാണ്, അത് നമ്മുടെ സ്നേഹിതന്മാരായ സുഹൃത്തുക്കളായ മുസ്ലിങ്ങൾക്ക് വേവിച്ചിട്ടോ അല്ലാതെയോ കൊടുക്കുന്നത് കൊണ്ട് ഇസ്ലാം അതിനൊരു വിരോധവും പറയുന്നില്ല. ഇനി അതല്ല, നമ്മൾ അറക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരാൾ, ഒരു അമുസ്ലിമായ ഒരാൾ വന്ന് എനിക്ക് കുറച്ച് ഇറച്ചി വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അതും കൊടുക്കുന്നത് കൊണ്ട് വിരോധമില്ല. മറിച്ച് പിൽക്കാലത്ത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള അവകാശവാദം ഉന്നയിച്ച് വരുന്നത് നമ്മൾ ശ്രദ്ധിക്കുകയും അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം എന്നതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അതുകൊണ്ട് ഇന്ന ആൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ വലിയ ചർച്ചകൾ നമ്മൾ കേൾക്കാറുണ്ട്. രണ്ടാമതായി ഉലൂഹിയ്യത്തിന്റെ മാംസവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഷെയർ എടുക്കുന്ന വിഷയമാണ്. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നസ്തരിക ബിൽ ഉളാഹിയ അൽ ബുദിനത അൻ സബഅത്തിൻ വൽ ബഖറത അൻ സബഅ. ഞങ്ങളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് ഒട്ടകത്തിലും അതുപോലെ മാടുകളിലും 7 ഷെയർ എടുക്കാം എന്നതാണ്. എന്നാൽ ആടിനെ അറുക്കുകയാണെങ്കിൽ ഒരാളാണ്, അത് ഷെയർ പാടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സ്വഹാബികൾ ഒരു കുടുംബത്തിന് ഒരു ആട് അറുത്തിരുന്നു എന്ന് ഹദീസിൽ കാണാൻ കഴിയും.
എൻ്റെ വീട്ടിൽ നിന്ന് ഞാനൊരു ആടിനെയാണ് അറുക്കുന്നതെങ്കിൽ എൻ്റെ കുടുംബത്തിന് അത് മതി. അതേ സ്ഥാനത്ത് ഞാനൊരു ഷെയറാണ് എടുക്കുന്നതെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ഷെയർ എടുക്കാൻ പറ്റുമെങ്കിൽ അവൾക്ക് എടുക്കണം. ഇതാണ് ആ കാര്യവുമായി നമ്മൾ ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ സമൂഹത്തിൽ ഒരു തെറ്റായൊരു ധാരണ പ്രചരിച്ചു വരുന്നുണ്ട്. ആരൊക്കെയോ വ്യക്തിപരമായിട്ട് പേഴ്സണലായിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു തെറ്റായ ധാരണയും കൂടി നമ്മൾ തിരുത്തണം. എനിക്ക് ഉദ്ഹിയത്തിന് ഷെയർ എടുക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ ഒരു ഷെയർ എടുത്തു കഴിഞ്ഞാൽ ആ 7 ഷെയർ എടുക്കണമല്ലോ, അതിന് എനിക്ക് കഴിയുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഷെയർ എടുക്കുന്നില്ല. അത് ഒഴിവ് കഴിവുകൾ മാത്രമാണ്. അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലില്ല. നമുക്ക് കഴിയുന്ന സമയത്ത് നമ്മൾ ഷെയർ എടുക്കുക, കഴിയാത്ത സമയത്ത് അത് ഒഴിവാക്കുക. അല്ലാണ്ട് ഒരു ഷെയർ എടുത്തത് കൊണ്ട് ഇനി 6 ഷെയറും കൂടി എടുക്കണം എന്നുള്ള നിയമമൊന്നും ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. അത് ആരോ ഒരു തെറ്റായ ധാരണ വെച്ച് പുലർത്തുന്നു എന്നല്ലാതെ അതിൽ പിൻബലമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത് ഉദ്ഹിയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം കഴിച്ചിട്ട് നമ്മുടെ പക്കല് ഉദ്ഹിയത്തിന് ഷെയർ എടുക്കാൻ കഴിവുണ്ടെങ്കിൽ നമ്മൾ ഷെയർ എടുക്കണം. ഉദ്ഹിയത്തിന്റെ ഷെയർ എടുക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പെരുന്നാളുള്ള വസ്ത്രം എടുക്കാതെയല്ല നമ്മൾ ഷെയർ എടുക്കേണ്ടത്, അതെല്ലാം എടുത്തു കൊടുക്കണം. നമ്മുടെ മക്കൾക്ക്, ഭാര്യയ്ക്ക്, നമ്മൾക്ക്, അതുപോലെ നമ്മൾ താമസിക്കുന്ന നമ്മുടെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ, ഒരു സ്കൂളിൽ ഫീസ് അടക്കാൻ ബാക്കിയുണ്ട്, കോളേജിൽ ഫീസ് അടക്കാൻ ബാക്കിയുണ്ട്, അത് കടാണ്. എന്നിട്ട് ഇവിടെ ഉദ്ഹിയത്തിന്റെ മാംസത്തിന് ഷെയർ കയറുന്നില്ല. അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം കഴിച്ചിട്ട് ബാക്കി നമ്മുടെ വശമുണ്ടെങ്കിൽ മാത്രമാണ് ഉദ്ഹിയത്തിന്റെ ഷെയർ എടുക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ഉദ്ഹിയത്തിന്റെ മാംസം, ഉദ്ഹിയത്തിന്റെ മൃഗം ഭംഗിയുള്ളതാകണം, ആകർഷണീയമാകണം, ന്യൂനതകൾ ഇല്ലാത്തതാകണം. ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഉദ്ഹിയത്തിന്റെ മൃഗത്തെ നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. രോഗങ്ങളുള്ളതൊന്നും പാടില്ല എന്ന് നമുക്കറിയാം. അതുപോലെ മറ്റൊരു കാര്യം, ഉദ്ഹിയത്ത് അറുക്കാൻ ഒരാൾ തീരുമാനിച്ചു എങ്കിൽ ഉദ്ഹിയത്ത് ഇങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാളുടെ മുടിയും നഖവും നീക്കാതിരിക്കണം. അയാൾ തീരുമാനിച്ചിട്ടുണ്ട്, തീരുമാനിച്ചതിന്റെ ശേഷമാണ് നിയമം പറയുന്നത് ദുൽഹിജ്ജയുടെ ആദ്യം മുതൽ. അതുപോലെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉദ്ഹിയത്തിന്റെ മാംസം നമുക്ക് വിൽക്കാനൊന്നും പാടില്ല. കുറേ സ്ഥലത്തുനിന്ന് കുറച്ചധികം മാംസം കിട്ടിയിട്ടുണ്ട്, എന്നാൽ കുറച്ചങ്ങ് വിറ്റ് കളയാ, അങ്ങനെയൊന്നും പാടില്ല. അതുപോലെ അതിൻ്റെ നമ്മുടെ കുട്ടനെയൊക്കെ അറുത്താൽ ധാരാളം തോലുകളുണ്ടാകും. ആ തോലുകൾ നമുക്ക് വിൽക്കാം. പക്ഷെ ആ അതിന് കിട്ടുന്ന ക്യാഷുകൾ നമ്മൾ ഇതിൻ്റെ കൂലിയായിട്ടോ അതിൻ്റെ ചെലവുകളിലേക്കോ എടുക്കാൻ പാടില്ല, മറിച്ച് അതും സദക്ക തന്നെയായിട്ട് കൊടുക്കണം. അങ്ങനെയാണ് അതിൻ്റെ നിയമം. അതിൻ്റെ കൂലി ചെലവുകളിലേക്കൊന്നും അതെടുക്കാൻ പാടില്ല എന്ന് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴാണ് അതിൻ്റെ സമയം എന്ന, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഒന്നുകൂടി ഓർമ്മയിൽ കൊണ്ടുവരുന്നത് മാത്രമേ ഉള്ളൂ. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമാണ് ഉദ്ഹിയത്ത് അറുക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ ദബഹ ഖബല സ്വലാ ഫഇന്നമാ ഹുവ ലഹമു ഖദ്ദമ ലിഅഹ്ലിഹി ലൈസ മിനൻ നുസുകി ഫീ ശൈഇൻ. പെരുന്നാൾ നമസ്കാരത്തിന്റെ മുമ്പ് ആരെങ്കിലും ഉദ്ഹിയത്ത് അറുത്താൽ അത് കുടുംബത്തിന് കുറച്ച് ഇറച്ചി ശേഖരിക്കുന്നു എന്നല്ലാതെ അതിലപ്പുറം അതിൽ ആരാധനയായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നാണ് റസൂൽ പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് നമ്മൾ അറുക്കലുള്ളൂ. ആ കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ച് എന്ന് മാത്രമേ ഉള്ളൂ. പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഉദ്ഹിയത്ത് അറുക്കുന്നത് ഒരേ ഒരു ലക്ഷ്യം, തഖർറുബു ഇലല്ലാഹ്, പടച്ചവനിലേക്ക് അടുക്കാൻ വേണ്ടി എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം മാത്രമായിരിക്കണം ആ ഉദ്ഹിയത്തിന് നമുക്കുണ്ടാകേണ്ടത്. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മക്കയിലെ അവിശ്വാസികളായ ആൾക്കാര് അവര് ഉദ്ഹിയത്ത് അവര് അവരവരുടെ ആരാധ്യർക്ക് വേണ്ടിയിട്ട് ഉദ്ഹിയത്ത് അറുക്കും. എന്നിട്ട് അതിൻ്റെ രക്തങ്ങൾ ആ ആരാധ്യരുടെ വിഗ്രഹങ്ങൾക്ക് മുകളിൽ പുരട്ടി വെക്കും. എന്നിട്ട് അതിൻ്റെ മാംസം കൊണ്ട് ആ വിഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തും. ഇങ്ങനെയുള്ള ഒരു ഏർപ്പാട് കണ്ടപ്പോൾ ആ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുസ്ലിങ്ങളായ ആൾക്കാർ പറഞ്ഞു, എന്നാൽ നിങ്ങളെക്കാൾ ഇങ്ങനെ ചെയ്യാൻ ഞങ്ങളാണല്ലോ അർഹര്, അതുകൊണ്ട് ഞങ്ങൾ
ഈ മാംസം അറുത്തിട്ട് ഉരുവിനെ അറുത്തിട്ട് അതിൻ്റെ മാംസം ഞങ്ങൾ കാബയിൽ പുരട്ടുന്നു, ഞങ്ങൾ കാബയിൽ പുരട്ടും, നിങ്ങളെക്കാൾ ഞങ്ങൾക്കാണ് അതിന് അർഹത എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു തആല അവിടെ ഇടപെട്ട് സംസാരിച്ചു. അല്ലാഹു പറഞ്ഞു, ലൻ യനാലല്ലാഹ ലുഹൂമുഹ വലാ ദിമാഉഹ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങൾ അറക്കുന്ന മൃഗത്തിന്റെ മാംസോ അല്ലെങ്കിൽ രക്തമോ എന്നല്ല പടച്ചോൻ എത്തുന്നത്, നിങ്ങളിൽ നിന്നുള്ള തഖ്വയാണ് എത്തുന്നത്. ആ തഖ്വയാണ് നമ്മൾ ഉദ്ഹിയത്ത് അറുക്കുമ്പോൾ ഉണ്ടാകേണ്ടത്, പടച്ചോനിൽ അടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം. ഞാൻ അറുത്തില്ലെങ്കിൽ ജനങ്ങളെല്ലാം എന്ത് വിചാരിക്കും? ഞാൻ എൻ്റെ ഉപ്പാപ്പാൻ്റെ ഉപ്പാപ്പ പണ്ടേ അറുത്ത് വരുന്നതല്ലേ, അപ്പൊ ഞാൻ അറുത്തില്ലെങ്കിൽ ജനങ്ങൾ എന്ത് വിചാരിക്കും? ആ തഖർറുബുൻ ഇലല്ലാഹ് അത് അവിടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. എൻ്റെ മഹലില് ഒരുപാട് കുട്ടന്മാർ ഉദ്ഹിയത്തിന്റെ ഒരുക്കൾ വേണം എന്നുള്ള ലക്ഷ്യമാണോ ഉള്ളതെങ്കിൽ അവിടെയും ആ തഖർറുബുൻ ഇലല്ലാഹ് എന്നുള്ള ആ ലക്ഷ്യം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഒരു കാര്യവും ഒരു ഭൗതികമായ ഒരു ലക്ഷ്യവും നമ്മുടെ ഉദ്ഹിയത്ത് അറവിൽ ഉണ്ടാകരുത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് അല്ലാഹു തആല പറഞ്ഞതിന്റെ ആമുഖത്തിൽ ഞാൻ ഓർമ്മിപ്പിച്ചത്. നിങ്ങൾ നോക്ക്, ഉദ്ഹിയത്ത് അറുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ പറഞ്ഞൊരു വാക്കുണ്ട്, ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ഇതിനെ അറുക്കുന്നു. വല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരാരാധ്യനുമില്ല. അല്ലാഹു മിങ്ക വലക, പടച്ചോനെ ഇത് നിന്നിൽ നിന്നുള്ളതാണ്, ഇത് നിനക്കുള്ളതാണ്. ഇവിടെ ഒരു ലക്ഷ്യവും ഇതിൽ ഉണ്ടാകരുത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് അല്ലാഹു തആല ഇങ്ങനെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ കൊണ്ട് ആവർത്തിച്ച് പറയിപ്പിക്കുന്നു, അല്ലാഹു അക്ബർ എന്ന് പറയിപ്പിക്കുന്നു, എന്നിട്ട് ഒന്നുകൂടി അത് കണിശമായി ഒന്നുകൂടി പറയുന്നു, തഅക്കീദ് ചെയ്തുകൊണ്ട് പറയുന്നു, അല്ലാഹുമ്മ മിൻക വലക, പടച്ചോനെ ഇത് നിന്നിൽ നിന്നുള്ളതാണ്, ഇത് നിനക്കുള്ളതാണ്. ഒരു ലക്ഷ്യവും